ഇന്നിപ്പോൾ ദേശീയ പ്രതിഷേധ സമരങ്ങളുടെ തുടക്കമാണ്. കർണാടക സർക്കാരാണ് ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇന്ന് പ്രതിഷേധിക്കാൻ പോകുന്നത്. ഇതടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ ഇന്നത്തെ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തും. ദേശീയ വാർത്തകളും വിശേഷങ്ങളുമായി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് നോബൽ. കേന്ദ്ര അവഗണനയ്ക്കെതിരായ കർണാടക സർക്കാരിന്റെ ദില്ലി സമരം ഇന്നാണ്. കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിന്റെ ദില്ലി സമരം നാളെയുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ജന്തർ മന്ദറിൽ കർണാടക സർക്കാർ പ്രതിനിധികളെല്ലാവരും എത്തിക്കഴിഞ്ഞു. അരുൺ, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇന്നും നാളെയുമൊക്കെ ദില്ലിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുള്ളത് കർണാടക ഇന്ന് സമരം നടത്താൻ പോകുന്ന സമരപ്പന്തലിന് മുന്നിലാണ്. ഈ കാണുന്നതാണ് കർണാടകയുടെ സമരപ്പന്തൽ. ഇവിടെയാണ് ഇന്നിപ്പോൾ കർണാടക സർക്കാർ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്താൻ പോകുന്നത്. ആ പ്രതിഷേധത്തിന് ശേഷം നാളെ ഒരുപക്ഷെ ഇതേ വേദിയിൽ തന്നെയായിരിക്കും കേരളത്തിന്റെ പ്രതിഷേധവും ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും പ്രതിഷേധം പ്രധാനമായും കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് എതിരെയാണ് സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം നടക്കുന്നത്. പ്രത്യേകിച്ച് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള സഹകരണം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് സിദ്ധരാമയ്യ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധത്തിനാണ് എന്താണെങ്കിലും ഇന്ന് സാക്ഷിയാകാൻ പോകുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കും എന്ന പ്രതീക്ഷയും ഉണ്ട്. നാളെയാണ് കേരളത്തിന്റെ സമരം നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാർ അടക്കമുള്ളവരൊക്കെ ദില്ലിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കേരള ഹൗസിലാണ് നേതാക്കൾ എല്ലാവരും ഉള്ളത്. നാളെ രാവിലെ 11 മണിക്ക് കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് മാർച്ചായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDFന്റെ MP-മാരും ഒക്കെ എത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അരവിന്ദ് കെജ്രിവാൾ, ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കും എന്നാണ് അറിയിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം തന്നെയായിരിക്കും ദില്ലിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്നും നാളെയുമൊക്കെ. ഇന്നിപ്പോൾ കർണാടകയുടെ പ്രതിഷേധമാണ്, നാളെ കേരളത്തിലെ. അതേസമയം കേരളത്തിലെ പ്രതിഷേധത്തിൽ കോൺഗ്രസ് വിട്ടുനിൽക്കുമ്പോഴാണ് കർണാടക സർക്കാർ ദില്ലിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന പ്രത്യേകത കൂടി എന്താണെങ്കിലും ഉണ്ട്. ഈ കർണാടകയിൽ 11 മണിക്കാണ് കർണാടക സർക്കാരിന്റെ പ്രതിഷേധം ആരംഭിക്കുക. എനിക്ക് തോന്നുന്നു ജന്തർ മന്ദറിൽ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ എത്തിത്തുടങ്ങി എന്നാണ്. ഏകദേശം ഇതേ സമയത്ത് തന്നെ ആയിരിക്കുമോ നാളെ കേരളത്തിന്റെ പ്രതിഷേധ സമരവും ഇതേ വേദിയിൽ ഉണ്ടാവുക? നോബൽ, ചോദ്യം ഇതായിരുന്നു. ഇപ്പോൾ അവിടേക്ക് DK ശിവകുമാറും സിദ്ധരാമയ്യ അടക്കമുള്ളവരുമെല്ലാം ഇപ്പോൾ പ്രതിഷേധ സമ്മേളനം നടക്കുന്ന ജന്തർ മന്ദറിലെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇതേ സമയത്ത് തന്നെ ആയിരിക്കുമോ കേരളത്തിന്റെ പ്രതിഷേധവും നടക്കുക എന്നാണ്. മാത്രമല്ല, കർണാടക സമരത്തിന് കേരള സർക്കാരിന്റെ പിന്തുണയൊന്നും അവർ തേടിയിരുന്നില്ല. എന്നാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടിയിരുന്നു. അതിൽ പഞ്ചാബും തമിഴ്നാടും മാത്രമാണ് കേരളത്തിന് അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നത്. ശരത് പവാറും ഒരുപക്ഷെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് കർണാടക നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടോ? അരുൺ, പ്രധാനമായും കോൺഗ്രസ് നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കർണാടക പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പങ്കെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഒപ്പം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ പങ്കെടുത്തേക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. KC വേണുഗോപാൽ അടക്കമുള്ളവർ പങ്കെടുക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ നാളത്തെ സമരത്തിന് കോൺഗ്രസ് വിട്ടുനിൽക്കുമ്പോൾ KC വേണുഗോപാൽ പങ്കെടുക്കാൻ ഇടയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. പ്രധാനമായും മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ ഇതിലേക്ക് വലിയ രീതിയിൽ ക്ഷണം കർണാടക കൊടുത്തിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. കാരണം കേരളം മറിച്ച് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്ഷണക്കത്ത് നൽകിയിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഉൾപ്പെടെ ക്ഷണക്കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ക്ഷണം കർണാടകയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനായിരിക്കും കർണാടക തയ്യാറെടുക്കുന്നത്. ഇന്നിപ്പോൾ 11 മണിയോടെയാണ് കർണാടകയുടെ പ്രതിഷേധവും ഇവിടെ ആരംഭിക്കുക. നാളെ ഇതേ സമയത്ത്, അതായത് 11 മണിക്ക് തന്നെയാണ് കേരളത്തിന്റെ പ്രതിഷേധവും നടക്കാൻ പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ പിന്നിൽ കാണുന്ന ബാനർ ഒന്ന് മാറ്റിക്കൊണ്ട് അവിടെ കേരളത്തിന്റെ ബാനർ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജന്തർ മന്ദർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു സമരവേദിയാണ്. ഇവിടെ മറ്റ് വലിയ സ്ഥലങ്ങൾ നമുക്കറിയാം, ഈ ഒരു റോഡിൽ മാത്രമാണ് സാധാരണ ജന്തർ മന്ദർ പ്രതിഷേധങ്ങൾ നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയായിരിക്കും കേരളത്തിന്റെ വേദിയും ഉണ്ടാകാൻ ഇടയുള്ളത് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിസ് ഫോർ കർണാടക എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ടാഗ്ലൈൻ, അത്തരത്തിലുള്ള ബാനറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും നാളെ 11 മണിയോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാർ, LDFന്റെ MP-മാർ, MLA-മാർ ഉൾപ്പെടെയുള്ളവർ ജന്തർ മന്ദറിൽ ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടായിരിക്കും ഇവിടെ പ്രതിഷേധം നടത്താൻ പോകുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം, പ്രത്യേകിച്ച് ഈ DMKയുടെ പിന്തുണ ലഭിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ലഭിച്ചിരിക്കുന്നു. NCP പങ്കെടുക്കും എന്നറിയും. പ്രത്യേകിച്ച് കേരളത്തിൽ NCP സർക്കാരിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ശരത് പവാർ ഉൾപ്പെടെ പങ്കെടുക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ കേന്ദ്ര ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സമരമായി കേരളത്തിൽ സമരം മാറാനുള്ള സാധ്യതയും എന്താണെങ്കിലും ഉണ്ട്. മാരിക്കാരനാണ് വിവരങ്ങൾ നൽകുന്നത്. 2 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും ജന്തർ മന്ദറിലെ ഈ പ്രതിഷേധ വേദിയിലേക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവരും ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രതിഷേധ സമ്മേളനത്തിലെത്തും. നാളെ ഇതേ വേദിയിലാണ് കേരളത്തിന്റെ പ്രതിഷേധ സമ്മേളനവും നടക്കുക.